അവൻ കൊന്നോ എൻ്റെ കുഞ്ഞിനെ? അഫ്സാൻ, അവൻ ചെറുതായിരുന്നില്ലേ? കൂടെ കൊണ്ട് നടന്നിരുന്നതല്ലേ അവൻ? എങ്ങനെ തോന്നി അവൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ? ഇക്ക എന്ന് വിളിച്ച് പിന്നാലെ നടന്നതല്ലേ എൻ്റെ കുഞ്ഞ്? പൊന്നുമോനെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ? റഹീമിനോട് കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് ഷെമി ആവർത്തിക്കുന്നത് ഈ വാക്കുകളാണ്. എൻ്റെ കുഞ്ഞിനെ അവസാനമായി കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഷെമിയെ നിയന്ത്രിക്കാൻ റഹീമിനും കഴിയുന്നില്ല. ഇളയ മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞതു മുതൽ ഷെമിയുടെ ആരോഗ്യനില വഷളായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഷെമിയുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാമ്പത്തിക കാരണങ്ങളാൽ ആശുപത്രി മാറ്റാനാണ് ബന്ധുക്കൾ ആലോചിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയുന്ന സ്ഥിതിയിലല്ല റഹീം ഉള്ളത്. പ്രതിസന്ധികൾക്ക് മുന്നിൽ തകർന്നു പോകുമ്പോഴും എല്ലാം ഉള്ളിലൊതുക്കി റഹീം പിടിച്ചു നിൽക്കുന്നത് ഭാര്യ ഷെമിക്ക് വേണ്ടിയാണ്. അഫ്സാൻ ഇല്ല എന്നറിഞ്ഞത് ഉൾക്കൊള്ളാൻ ഷെമിക്ക് കഴിഞ്ഞിട്ടില്ല. അഫ്സാൻ കൊല്ലപ്പെട്ടുവെന്ന് റഹീം പറഞ്ഞു. എന്നാൽ അഫാൻ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നോ, അവൻ ഇഷ്ടമുള്ള മന്തി വാങ്ങി കൊടുത്തിട്ടാണ് കൊലപ്പെടുത്തിയതെന്നോ, ചുറ്റിക കൊണ്ടാണ് ആക്രമിച്ചതെന്നോ ആ വിവരങ്ങളെക്കുറിച്ചൊന്നും റഹീം പറഞ്ഞിട്ടില്ല. അത് പറയാതെ തന്നെ ഷെമിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കാരണം ഷെമിയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ച് ആക്രമിച്ചിട്ടാണ് അഫാൻ ചുറ്റിക വാങ്ങാൻ പോകുന്നത്. അഫാൻ പോകുമ്പോൾ ബോധം കെട്ട് കിടക്കുകയായിരുന്നു ഷെമി. പിന്നീട് തിരികെ വന്ന് നോക്കുമ്പോൾ ഷെമിക്ക് ബോധമുണ്ടെന്ന് വ്യക്തമായപ്പോൾ ഉമ്മുമ്മയെയും ലത്തീഫ്, സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ വിവരം ഷെമീനയോട് അഫാൻ പറയുന്നു. അതിനുശേഷമാണ് ചുറ്റികയ്ക്ക് ഷെമിയുടെ തലയ്ക്ക് അടിക്കുന്നത്. ആശുപത്രി കിടക്കയിൽ ബോധം വന്നപ്പോൾ ഷെമി ആദ്യം തിരക്കിയതും അഫ്സാനെയായിരുന്നു. അവന് പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. അഫാൻ അനുജനെ ഉപദ്രവിച്ചു കാണുമെന്ന് ഷെമി ഉറപ്പിച്ചിരുന്നു. എന്നാൽ കൊലപ്പെടുത്തുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ബെഡിൽ നിന്ന് എഴുന്നേറ്റിരിക്കാനോ സ്ട്രെയിൻ ചെയ്യാനോ കഴിയുന്ന അവസ്ഥയിലല്ല ഷെമിയുള്ളത്. തലയിലെ പരിക്ക് ഗുരുതരമാണ്. അഫ്സാന്റെ മരണം താങ്ങാനാകാതെ ബോധം വരുമ്പോഴൊക്കെ ഷെമി അലമുറയിട്ട് കരയുകയാണ്. ബെഡിൽ നിന്ന് ഷെമി ചാടി എഴുന്നേൽക്കാതിരിക്കാൻ നഴ്സുമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വലിച്ചു പറിച്ച് കളയാതിരിക്കാനും സദാസമയം ഷെമിയുടെ കൂടെ അകത്ത് നഴ്സുമാരുണ്ട്. ഡോക്ടർമാരും ഇടയ്ക്കിടെ വന്ന് ഷെമിയെ നോക്കുന്നുമുണ്ട്. ആരോഗ്യനില മെച്ചപ്പെട്ടു വന്നപ്പോഴാണ് അഫ്സാന്റെ മരണവിവരം ഷെമിയെ അറിയിക്കുന്നത്. ഇതോടെ പൂർണ്ണമായും തളർന്ന് അവശയായിരിക്കുകയാണ് അവർ. എന്നാൽ ഷെമിയുടെ മൊഴി എടുക്കേണ്ടതുകൊണ്ട് വിവരങ്ങൾ അറിയിക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം. ഷെമിക്കെല്ലാം ഭേദമായി വരാൻ കുറച്ചധികം സമയമെടുക്കും. അതുവരെ കാത്തിരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ല അന്വേഷണ സംഘവും ഉള്ളത്. ഇതുമാത്രമല്ല, ഷെമി അഫ്സാനെ നിരന്തരം കാണാൻ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കാണാൻ വന്നിട്ടും അഫ്സാൻ വന്നില്ല. ആരും അഫ്സാനെ കൊണ്ട് കാണിക്കാതിരുന്നപ്പോഴും ഷെമിക്ക് സംശയം തോന്നിയിരുന്നു. അങ്ങനെ റഹീം വരുമ്പോഴൊക്കെ അഫ്സാനെ കാണണമെന്ന് ഇവർ അടം പിടിച്ചതും റഹീമിനെയും ബന്ധുക്കളെയും വലച്ചു. ഒടുവിൽ അഫ്സാന് പരിക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ ഉണ്ട് എന്നും റഹീം പറഞ്ഞു. ഇതോടെ അഫ്സാന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്നായി ഷെമി. ഇതും ബന്ധുക്കളെ പ്രതിസന്ധിയിലാക്കി. പിന്നെ പോലീസും വിവരങ്ങൾ തുറന്നു പറഞ്ഞോളൂ എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് റഹീം അതിന് തയ്യാറായത്. എന്നാൽ ഇപ്പോൾ ഷെമിയുടെ ആത്മഹത്യാ ഭീഷണിയും കൂടി വരുമ്പോൾ റഹീം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഞാൻ ചാകും സാറേ എന്ന് ജയിൽ അധികൃതരോട് അഫാൻ പറഞ്ഞ വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ റഹീമിന് താങ്ങാൻ കഴിയുന്നില്ല. എത്രയൊക്കെയാണെങ്കിലും സ്വന്തം മകനാണല്ലോ. എന്നാൽ അഫാൻ ജയിലിൽ രാവിലെ ഒരു ആത്മഹത്യാ നാടകം നടത്തിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് കൃത്യമായ പ്ലാനിംഗ് ആണ്. തെളിവെടുപ്പിന് അഫാനെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയായിരുന്നു പോലീസ്. ഈ തെളിവെടുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അഫാൻ കണ്ടെത്തിയതാണ് ആത്മഹത്യാ നാടകം. ബാത്റൂമിൽ പോയപ്പോഴായിരുന്നു അഫാന്റെ നീക്കം. തെളിവെടുപ്പിന് പോകുമ്പോൾ ബന്ധുക്കളെ വീണ്ടും കാണേണ്ടി വരും. സ്വന്തം ഉപ്പ റഹീമിനെ നേർക്കുനേർ കാണേണ്ടി വരും. ഇവരൊക്കെ എങ്ങനെ പ്രതികരിക്കും? നാട്ടുകാർ കൈവയ്ക്കുമോ? ഈ ഭയമാണ് അഫാനുള്ളത്. അപകടം പറ്റിയതുകൊണ്ട് നടക്കാൻ കഴിയില്ല, തെളിവെടുപ്പിന് വരാൻ കഴിയില്ല എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഈ അടപടലം പാളിയിട്ടുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലും അഫാൻ സഹകരിക്കുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അഫാൻ മറുപടി നൽകുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വെഞ്ഞാറമൂട് CI വീണ്ടും മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പ്രതിയുടെ നിസ്സഹകരണം. അഫാന്റെ ആവർത്തിച്ചുള്ള ആത്മഹത്യാ ഭീഷണി ജയിൽ അധികൃതർക്ക് തലവേദനയായി മാറിയിട്ടുമുണ്ട്.
പൂജപ്പുര സെൻട്രൽ ജയിലിൽ പഴുതടച്ച നിരീക്ഷണമാണ് അഫാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇയാൾക്ക് മനഃശാസ്ത്ര ചികിത്സ നൽകുന്നതും പരിഗണനയിലുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നടുക്കുന്ന കൂട്ടക്കൊലകളിലൊന്നായിരുന്നു വെഞ്ഞാറമൂട്ടിലേത്. എന്നാൽ കൊലപാതകം നടന്ന് 10 ദിവസം പിന്നിട്ടിട്ടും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. നാട്ടിലെ സാമ്പത്തിക ബാധ്യത എന്തുകൊണ്ട് റഹീമിൽ നിന്ന് മറച്ചുവെച്ചു എന്നതിൽ ഉത്തരം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അഫാന്റെ കുടുംബവുമായി സാമ്പത്തികമായ ഇടപാടുള്ളവരുടെ മൊഴികൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ നിന്ന് ഭീമമായ തുക ബാധ്യതയുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ എന്താവശ്യത്തിനായിരുന്നു ഈ പണമെല്ലാം ചെലവാക്കിയത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘവും വലഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ആ മനുഷ്യൻ്റെ അവസ്ഥ അതിദാരുണമാണ്. റഹീം, അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയും ഇനിയില്ല മുൻപോട്ട് ജീവിക്കാൻ. ഇളയ മകൻ ജീവനോടെയില്ല, മൂത്ത മകൻ ജയിലിലാണ്, ഭാര്യ ആശുപത്രി കിടക്കയിൽ. എന്നാൽ ഇനി ആരോഗ്യസ്ഥിതി പൂർണ്ണമായി മെച്ചപ്പെട്ട് തിരികെ വന്നാലും ഷമി ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ഭീതി, അതെല്ലാം റഹീമിനെ വലയ്ക്കുന്നുണ്ട്. റഹീമിന് ഇപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് ഭാര്യ മാത്രമാണ്. ഭാര്യയെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം. ആ ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം മുൻപോട്ട് പോകുകയാണ്. എന്നാൽ അതിനിടയിലും അദ്ദേഹത്തെ ഒന്നും മനസ്സിലാക്കാൻ ഭാര്യ ഷമി തയ്യാറാകുന്നില്ല. ഇത്രയൊക്കെ തകർന്നടിഞ്ഞിട്ടും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് എന്തുകൊണ്ട് ഷമിക്ക് മനസ്സിലാകുന്നില്ല? ശരിയാണ്, 2 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയാണ് ഷമി. അതിനൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യൻ താങ്ങും തണലുമായി ഇപ്പോഴും ചേർത്ത് നിർത്താനുള്ളപ്പോഴും ഷമി ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നത് റഹീമിനോടുള്ള ക്രൂരത തന്നെയാണ്. ഷമിക്കും കൗൺസിലിംഗ് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് മെഡിക്കൽ സംഘം എത്തിയിട്ടുണ്ട്. കാരണം ഷമിക്ക് അത്യാവശ്യമായി ഇപ്പോൾ വേണ്ടത് കൗൺസിലിംഗ് ആണ്. എന്നാൽ ഗുരുതരമായി പരിക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനോട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് തയ്യാറെടുക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല ഷമി ഉള്ളത്. എങ്കിലും ആരോഗ്യനില ഒന്ന് മെച്ചപ്പെടുമ്പോൾ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതിനെക്കുറിച്ചും അവർക്ക് മുൻപോട്ട് ഒരു പ്രതീക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുമുള്ള നീക്കങ്ങളൊക്കെ ഡോക്ടർമാർ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ റഹീം സദാസമയവും ഷമിക്കൊപ്പം കാവലിരിപ്പുണ്ട്.